പാറു എന്നും ഒരേ സമയത്താ കമ്മലിൽ വരിക. പാറുവിന്റെ ഹോസ്റ്റലിന് അടുത്തോടെയാ പ്രിയചേട്ടൻ എന്നും വരിക. പിന്നെന്തിനാ ഇവളെ കൊണ്ട് ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടിപ്പിക്കുന്നത്? പ്രിയചേട്ടൻ വരുമ്പോ ഇവളെയും ബൈക്കിൽ കൊണ്ടുവന്നാ പോരെ? ഞാൻ റെഡിയാ. സമ്മതമാണോന്ന് പാറുവിനോട് ചോദിക്കും. പാറുവിന് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല. സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രല്ല, പ്രിയചേട്ടനെ കാണാൻ കഴിയാത്ത സങ്കടത്തിൽ ഇവിടെ കിടന്ന് കരഞ്ഞ ആളല്ലേ. പാറുവിന് സന്തോഷായിരിക്കും അല്ലേ പാറു? പാറു, എന്തു പറ്റി? കാലത്ത് തന്നെ നീ മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല. ഇന്നലെ പ്രിയന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ നിന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ആരുടെയും മുഖത്ത് പോലും നോക്കുന്നില്ല. എന്താ പാറു? ഒന്നുമില്ല ജയന്ത ചേച്ചി. പാറു, ഓണത്തിന് പോലും വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും. കുറെ ആയില്ലേ പാറു ഇവിടെ വന്നിട്ട്? ഇതുവരെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. അച്ഛനെയും അമ്മയും ചേച്ചിയും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. പാറുവിന് വീട്ടിൽ പോണോ? ഞാൻ കൊണ്ടുപോവാം എന്റെ ബൈക്കില്. ശനിയാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് പുറപ്പെട്ടാ മതി. അർദ്ധരാത്രി ആവുമ്പോ പാറുവിന്റെ വീട്ടിലെത്തില്ലേ? അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഒരു ദിവസം ചെലവഴിച്ചിട്ട് തിങ്കളാഴ്ച വെളുപ്പിന് പുറപ്പെട്ട ഉച്ചയോടെ ഇവിടെ എത്താം. ഹാഫ് ഡേ ലീവ് എടുത്താൽ മതി. കരുനാഗത്തോട് ലീവ് ചോദിക്കണ്ട, കൈലാഷ് സാറിനോട് ലീവ് ചോദിച്ചാൽ മതി. ശനിയാഴ്ച പോണോ? കല്ല് കിട്ടി എന്റെ പരിക്ക് ശരിക്കും മാറിയിട്ടില്ല. അപ്പോഴാ അത്രയും ദൂരം ബൈക്ക് ഓടിക്കുന്നത്. എനിക്കൊന്നൊരു പ്രശ്നമില്ലെന്ന് നിനക്കറിയാലോ. ശനിയാഴ്ച വൈകുന്നേരം പോയാലോ പാറു? അവളെന്താ ഒന്നും പറയാതെ പോയത്? അതാ ഞാനും ആലോചിക്കുന്നത്. അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്രിയ, നീ പോയി ചോദിക്കേ. നീ ചോദിച്ചാലേ അവള് സത്യം പറയും. പാറു, പാറു, നിക്കാനാ പറഞ്ഞത്. സോറി. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയും പറയുന്നില്ല. ഇന്നലെ ഞാൻ അയച്ച മെസ്സേജിന് ഇതുവരെ റിപ്ലൈയും തന്നിട്ടില്ല. എന്താ പാറു? പാറു, എന്താടാ? ജയന്തി പറഞ്ഞ ശരിയാ. അവക്കെന്തോ പ്രശ്നമുണ്ട്. പാറുവിനെ നമ്മൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അവളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള വഴികൾ നോക്കുക വേണ്ടത്. മീര പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ അവളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കണം. പക്ഷെ എങ്ങനെ അവളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തും? അതോടെ പറ. അവളുടെ പ്രശ്നം എന്താണെന്ന് അവള് തുറന്നു പറയുന്നില്ലല്ലോ. പാറു സഹകരിക്കാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവളുടെ പ്രശ്നം പേടിയാണെന്നാ എനിക്ക് തോന്നുന്നേ. പേടിയോ? പ്രിയന്റെ മെസ്സേജ് വരാൻ പാടില്ല, കോള് വരാൻ പാടില്ല എന്നൊക്കെയല്ലേ അവള് പറയുന്നേ. പ്രിയനെ അവൾക്ക് വലിയ കാര്യമായിരുന്നു. അത് മുതലെടുത്ത് അയാൾ അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവള് നമ്മളോട് തുറന്നു പറയും. പ്രിയൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. പ്രിയൻ ഒരിക്കലും പാറുവിനോട് അപമര്യാദയായി പെരുമാറില്ല. എന്നിട്ടും പ്രിയന്റെ മെസ്സേജും കോളൊന്നും വരരുതെന്ന് അവള് പറയുന്നുണ്ടെങ്കിൽ പ്രിയന് വീണ്ടും അപകടം സംഭവിച്ചാലോ എന്നുള്ള പേടിയല്ലേ അവൾക്ക്? എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. നീ തെളിച്ചു പറ. പാറുവിന്റെ കൂടെ പോകുമ്പോഴല്ലേ കുറെ ആൾക്കാർ വന്ന് പ്രിയനെ അറ്റാക്ക് ചെയ്തത്? അവര് പാറുവിനെ ലക്ഷ്യം വെച്ച് വന്നതാണെന്നല്ലേ അവള് പറയുന്നത്. പാറുവിനെ പ്രിയൻ പ്രൊട്ടക്ട് ചെയ്തപ്പോ അവര് പ്രിയന് നേരെ തിരിഞ്ഞു. സംഭവിച്ചത് അതാണെങ്കിലോ? പാറുവിന്റെ നേർക്ക് വീണ്ടും അറ്റാക്ക് ഉണ്ടാവുമെന്ന് പാറു വിശ്വസിക്കുന്നു. ചിലപ്പോ പ്രിയനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവള് ഗാർമെന്റ്സിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പ്രിയൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. പാറുവിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം പ്രിയനെ കൊല്ലണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാ അവരത് ചെയ്യാനും മടിക്കില്ലല്ലോ. ആയിഷ പറഞ്ഞതൊരു പോയിന്റാ.
പാറു പ്രിയനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അഭിനയിച്ച പിന്നെ പ്രിയൻ അവളുടെ കൂടെ പോവില്ലല്ലോ. പ്രിയനും ഗുണ്ടകളും തമ്മിൽ അടികൂടേയില്ല. അതായിരിക്കും പാറുവിന്റെ ഐഡിയ. അവളുടെ ഈ ഐഡിയ കാരണം പ്രിയൻ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ പാറു, അവൾക്ക് വലിയ അപകടം ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യാ? ഇതിന്ന് എങ്ങനെ അവളെ രക്ഷിക്കാ? ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ഗന്ധർവൻ. അന്ന് എന്റെ വീട്ടിൽ കിടന്നിരുന്ന എന്റെ പപ്പയും മമ്മിയെയും ശിവന്റെയും അവന്റെ ആൾക്കാരുടെയും കണ്ണി പെടാതെ ഗന്ധർവൻ എന്റെ മുമ്പിൽ എത്തിച്ചില്ലേ? പാറുവിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഗന്ധർവൻ തന്നെ ഇറങ്ങണം. അവളുടെ കൂടെ അവളുടെ നിഴല് പോലെ നടക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? പാറു അപകടത്തിലാണെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ സമയത്ത് തന്നെ അവിടെ എത്തുമായിരുന്നല്ലോ. നിഴല് പോലെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് 24 മണിക്കൂറും പാറുവിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? അയാൾക്ക് ജോലിക്ക് പോണ്ടേ? അയാൾക്കും വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടാവില്ലേ? അവരുടെ കാര്യം നോക്കണ്ടേ? ജെനിഫർ പറഞ്ഞത് ശരിയാ. ഗന്ധർവൻ ഇടപെട്ട പാറു പിന്നെ സേഫാ. പക്ഷെ ഈ കാര്യം നമ്മൾ ഗന്ധർവനെ എങ്ങനെ അറിയിക്കും? പാറുവിന് അയാൾ അയച്ച ഗിഫ്റ്റും ലെറ്റേഴ്സും ഒക്കെ ഇവിടെ ഇല്ലേ? അത് പരിശോധിച്ച എന്തെങ്കിലും സൂചന കിട്ടും. എന്നാ വാ, നമുക്ക് നോക്കാം. ഇപ്പൊ വേണ്ട, പാറു വരട്ടെ. അവളില്ലാതെ അവളുടെ സാധനങ്ങൾ എടുക്കുന്നത് തെറ്റാ. അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? എന്നാലും വേണ്ട, അവള് വരട്ടെ. പാറു, ദിവസം ഒരേ ജോലി ചെയ്യുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. ടൈലർമാരാണെങ്കിൽ കാലത്ത് വന്ന് തിരിച്ചു പോകുന്നതുവരെ തയ്ച്ചുകൊണ്ടേയിരിക്കണം. കട്ടർമാരാണെങ്കിൽ മുഴുവൻ സമയവും തുണി കട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അയൺ സെക്ഷനുള്ളവരും ആ ജോലി ചെയ്തോളണം. കീ കൊടുത്ത പാവയെ പോലെ ഒരേ ജോലി ചെയ്യുന്നത് വലിയ മടുപ്പാ പാറു. അതിന്റെ കൂടെ വീർപ്പിച്ച് പിടിച്ച മുഖം കാണേണ്ടി വരിക കൂടി ചെയ്ത ഒരു ഗ്ലാസ് ചായയല്ലേ സന്തോഷത്തോടെ തന്നൂടെ? ഇടയ്ക്ക് ചിരിക്കുന്നൊരു മുഖം കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് ചായ കൊടുക്കുമ്പോ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ചെയ്യേ. ഇവളിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവൾ ഇതിനകത്തൂടെ കരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട്. അത് പ്രിയൻ ചേട്ടന് പരിക്ക് പറ്റി കിടന്നപ്പോഴാ.